ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങി അർജുൻ ഞാനും ജാനിയും. ഞങ്ങൾ ആക്ച്വലി ബാംഗ്ലൂർ വന്നത് ഒരു ഇവൻ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു ബർത്ത്ഡേ പാർട്ടി. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ ഫ്രണ്ട് കുഞ്ഞു, അവളുടെ കുട്ടിയുടെ 1ാം പിറന്നാൾ. അപ്പോൾ അതിന്ന് വൈകിട്ടാണ് ഫംഗ്ഷൻ. അപ്പോൾ ജസ്റ്റ് ഒരു ഡ്രസ്സ് വാങ്ങിക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ തൊട്ടടുത്തുള്ളൊരു സുഡിയോയിൽ വന്നു. നമ്മുടെ നാട്ടിലത്തെ സുഡിയോയുടെ ഒരു കളക്ഷൻ ആയിരിക്കില്ലല്ലോ ബാംഗ്ലൂർ. അപ്പം ഞങ്ങൾക്കും എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം, കൂടെ കുട്ടികൾക്കും എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ സുഡിയോയിലേക്ക് വേഗം വന്നത്. ജാനി അവിടെ കംപ്ലീറ്റ്ലി ഓടി നടക്കൽ തന്നെയായിരുന്നു. എല്ലാം വലിച്ച് താഴെയിടാൻ നോക്കും, എല്ലാം പോയി തൊട്ട് നോക്കും. അങ്ങനെ കുറേ നേരം അവളവിടെ ഓടി കളിച്ചു. ഇടയ്ക്കൊന്ന് തെന്നി വീഴും, അങ്ങനെയൊക്കെയായിരുന്നു. അമ്മ എടുത്തല്ലേ. എന്തായാലും വന്നതല്ലേ, അപ്പോൾ കുറച്ച് നമുക്കും കൂടെ നോക്കാമെന്ന് കരുതിയിട്ട് ഞാനും അർജുൻ ഞങ്ങൾക്കും കുറച്ച് ഡ്രസ്സ് നോക്കി. 3 പിള്ളേർക്കും ഞങ്ങൾ ഡ്രസ്സ് എടുത്തു. സ്റ്റുഡിയോയിൽ കയറി വലിയ കാര്യമായിട്ടൊന്നും കിട്ടില്ല, ഞങ്ങൾക്ക് ഉറക്കം വരിക. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോയിട്ടൊന്ന് ഡ്രസ് ചേഞ്ച് ഒക്കെ ചെയ്തിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ജയമഹലിലുള്ള ഒരു അക്വേറിയം പാർക്ക് കാണാൻ പോയി. നമുക്ക് ഈവനിങ് 7 o'clock ആകുമ്പോഴത്തേക്കും വൈറ്റ് ഫീൽഡിൽ എത്തണം. പക്ഷേ അപ്പോൾ അത്ര നേരം ടൈം ഉള്ളതുകൊണ്ട് ഞങ്ങൾ കുട്ടികൾക്കൊരു എൻ്റർടൈൻമെൻറ്റ് ആവട്ടെ എന്ന് കരുതിയിട്ട് ജയമഹലിലുള്ള ഒരു അക്വേറിയം പാരഡൈസ് എന്നുള്ളൊരു അക്വേറിയം പാർക്കിലേക്കാണ് ആദ്യം പോയത്. കുഞ്ഞുങ്ങൾ കൂടെ ഉള്ളതുകൊണ്ട് അവർക്ക് കുറച്ച് എൻ്റർടൈൻമെൻ്റ് ആവുന്നതും അധികം റഷ് ഇല്ലാത്തതും അധികം ഡിസ്റ്റൻസ് ഇല്ലാത്തതും ഒക്കെ നോക്കിയിട്ടാണ് ഞങ്ങൾ ഈ ട്രിപ്പിൽ പ്ലേസസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് സ്ഥലങ്ങളിൽ പോണേക്കാളും അവർക്ക് വലിയ ടയറിങ് ആവാതിരിക്കാനാണ് ഞങ്ങൾ ഇപ്പോൾ ശ്രദ്ധിക്കുന്നത്. ആസ് എ ന്യൂ പാരൻസ് അതാണല്ലോ നമുക്കിപ്പോൾ ചെയ്യാനും പറ്റുള്ളൂ. ഞങ്ങൾ ബാംഗ്ലൂർ വരുന്ന അറിഞ്ഞപ്പോൾ തന്നെ ലക്ഷ്മി ഞാനും കൂടെ റീൽസിൽ കുറേ നോക്കിയിട്ട് എവിടെയൊക്കെ പോകാൻ പറ്റും നോക്കിയിട്ട് കണ്ടുപിടിച്ച സ്ഥലമാണിത്. ഈ അക്വേറിയം പാർക്കിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വാട്ടർ പാർക്കും ഉണ്ട്. ഞങ്ങൾ പക്ഷേ ഇവിടെയാണ് വന്നത്. ഇവിടെ വീക്കെൻഡ്സിൽ 499 ആണ് പെർ ഹെഡ് റേറ്റ് വരുന്നത്. കൂടാതെ വീക്കെൻഡ്സിൽ ഒരു മെർമെയ്ഡ് ഷോയും ഉണ്ട്. അതൊന്ന് സാറ്റർഡേ ആയതുകൊണ്ട് ഞങ്ങൾക്കും കാണാൻ പറ്റി. ഫിഷിനോട് ഇഷ്ടമുള്ളവരും അക്വേറിയം ഇഷ്ടപ്പെടുന്നവരും ഒക്കെ നല്ല രീതിയിൽ എൻ്റർടൈൻഡ് ആവുന്ന ഒരു പ്ലേസാണ് ഈ അക്വേറിയം പാരഡൈസ് എന്ന് പറയുന്നത്. കാരണം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിഷസും അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം ഇവരോട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോ ഫിഷിനെ കണ്ടു വന്നപ്പോഴത്തേക്കും ലക്ഷ്മി ഇട്ടുകൊണ്ട് വന്നിരിക്കുന്ന ഷ്രഗിൻ്റെ അതേ ഡിസൈനിലുള്ള അവിടെ ഒരുപാട് ഫിഷ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ലക്ഷ്മിയും ഫിഷും ട്വിന്നിങ്ങാന്ന് പറഞ്ഞ് ഒരുപാട് നേരം അവളെ കളിയാക്കിയായിരുന്നു. കാശിയും ജാനിയും നല്ല രീതിയിൽ ഇത് കണ്ട് എക്സൈറ്റഡ് ആകുന്നുണ്ടായിരുന്നു. കാരണം പല കളേഴ്സിൽ വെള്ളത്തിലിങ്ങനെ മീൻ മൂവ് ചെയ്യുന്ന കാണുമ്പോൾ അവരും ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒച്ചയൊക്കെ ഉണ്ടാക്കി തൊട്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പിടിച്ചോ, മീനെ പിടിച്ചോ. മിമി ആ ജാനിയുടെ പേരെന്താ? കുറച്ചധികം നടന്ന് കാണാനുണ്ടായിരുന്നു ഈ അക്വേറിയം. അങ്ങനെ ഞങ്ങൾ നടന്നിട്ട് ഇങ്ങനെ ഒരു ഗ്രീനറി ഉള്ളൊരു സ്ഥലത്തെത്തി. കുറച്ചധികം ഫോട്ടോസ് എല്ലാം അവിടെ നിന്ന് എടുത്തു. ഇതെല്ലാം കണ്ടു നടക്കുകയാണെങ്കിലും ലക്ഷ്മി ഞാനും റീൽസിൽ കണ്ട അണ്ടർ വാട്ടർ അക്വേറിയം എന്തേ കാണാത്തതെന്ന് വിചാരിച്ചിരിക്കുമ്പോഴത്തേക്കും ഞങ്ങൾ ആ ടണലിൻ്റെ മുമ്പിലെത്തി. നമ്മുടെ തലയ്ക്ക് മുകളിൽ കൂടെ എല്ലാം മീൻ ഇങ്ങനെ പോണത് കാണാം. നല്ല ഒരു രസമുള്ളൊരു ഏരിയ ആയിരുന്നു. നമ്മളുടെ ബാഗ് ഒന്നും അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ലാത്ത കാരണം ഞങ്ങൾ അവിടുത്തെ ഒരു സ്നാക്ക് കൗണ്ടറിൽ നിന്ന് കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങി കഴിച്ചിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യാണ് മെർമെയ്ഡ് വരാൻ വേണ്ടിയിട്ട്. 3 മണിക്കായിരുന്നു മെർമെയ്ഡിൻ്റെ ഷോ സ്റ്റാർട്ട് ചെയ്യുക. ഒരുപാട് പേര് അത് കാണാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. കാണാനും നല്ല ഫാസിനേറ്റിംഗ് ആണ്. ആക്ച്വലി ഒരു മെർമെയ്ഡ് ഇങ്ങനെ വെള്ളത്തിലൂടെ ഇങ്ങനെ നമ്മളുടെ മുമ്പിൽ കൂടെ ഇങ്ങനെ സ്വിം ചെയ്ത് നടക്കുന്നു. ഏതോ ഒരു സ്കൂളിലെ കുട്ടികൾക്ക് അവിടെ ഒരു എക്സ്കർഷൻ പോലെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മെർമെയ്ഡ് ഇങ്ങനെ അവരുടെ മുമ്പിലേക്ക് വരുമ്പോഴത്തേക്കും ഭയങ്കര ചെയറിങ് ആയിരുന്നു അവർക്ക് മേ ബി ആക്ച്വലായിട്ടൊരു മെർമെയ്ഡിൻ്റെ കഥയിൽ നിന്ന് ഒരാളെ നേരിട്ട് കണ്ട ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കാം. 15 to 20 minutes എന്തോ ആയിരുന്നു ഈ ഷോ ഉണ്ടായിരുന്നത്.
കാണുമ്പോൾ ഭയങ്കര ഫാസിനേറ്റിംഗ് ഒക്കെ ആണെങ്കിലും ഇതിൻ്റെ പുറകിലത്തെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സങ്കടം തോന്നും. കാരണം ഇത് കിട്ടിയിരിക്കുന്ന ഈ കുട്ടി എത്ര ബുദ്ധിമുട്ടിയിട്ടായിരിക്കും ഈ അണ്ടർ വാട്ടറിൽ ഇങ്ങനെ ഇത്ര നേരം ചെയ്യുക. മേ ബി അവർക്ക് പ്രാക്ടീസ് ഉണ്ടാവാം, എന്നാലും നമുക്ക് കാണുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. സോ ലാസ്റ്റ് ഷോ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും മെർമെയ്ഡ് ഇങ്ങനെ ഗ്ലാസിൻ്റെ അടുത്ത് വന്നിട്ട് എല്ലാവർക്കും ഫ്ലൈങ് കിസ് ഒക്കെ കൊടുത്ത് ഹാർട്ട് ഷേപ്പ് എല്ലാം കാണിച്ചിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഷോ കണ്ടിട്ട് ഞങ്ങൾ പയ്യെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴത്തേക്കും കാശികയും ജാനിക്കും ചെറിയൊരു വാശിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അവരുടെ ഉറക്കവും ഫുഡ് ടൈമിങ് എല്ലാം ചെറുതായിട്ട് തെറ്റുന്നതുകൊണ്ട്. എന്നാലും പിള്ളേരെ കൊണ്ട് പോയിട്ട് അവർ അത്യാവശ്യം എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ അടുത്ത യൂബർ വിളിച്ച് ഞങ്ങൾ പയ്യെ വീട്ടിലേക്ക് പോയി. പോകുന്ന വഴി ഒരു ബിരിയാണി എല്ലാം വാങ്ങിച്ച് ആ ഒരു ബിരിയാണി എല്ലാം കഴിച്ചു. ഉച്ചയ്ക്ക് കുറച്ച് റെസ്റ്റ് കൊടുത്തിട്ട് ഈവനിങ് ഞങ്ങൾ ബർത്ത്ഡേ ഫംഗ്ഷൻ 7 മണിക്ക് അവിടെ എത്താൻ 5 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് രാത്രി 7 മണിയായപ്പോഴാണ്. കാരണം കാശിയും ജാനിയും ഭയങ്കര വാശിയായിരുന്നു. ഈവൻ ബർത്ത്ഡേ ഫംഗ്ഷന് പോകാൻ പറ്റുമെന്ന് പോലും ഞങ്ങൾ വിചാരിച്ചില്ല. കാരണം അവരുടെ ഉറക്കത്തിൻ്റെയൊക്കെ സമയം മാറിയതിൻ്റെയും ഫുഡിൻ്റെയും യാത്രാ ക്ഷീണവും എല്ലാം കൂടിയായിട്ട് പിള്ളേർ ഭയങ്കര വാശിയായി. ലാസ്റ്റ് ഞങ്ങൾ 7 o'clock ആയപ്പോൾ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അവിടെ 7 സ്റ്റാർട്ട് ചെയ്യുക പ്രോഗ്രാം. ലക്ഷ്മിയുടെ ഫ്ലാറ്റിൽ നിന്ന് ഒരു 45 മിനിറ്റ്സോളം ട്രാവലിംഗ് ഉണ്ടായിരുന്നു. 45 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ തന്നെ ബാംഗ്ലൂരത്തെ ട്രാഫിക്കും കഴിഞ്ഞ് ഞങ്ങൾ ഒരുപാട് ലേറ്റായി എന്ന് വിചാരിച്ച് ചെന്നപ്പോഴത്തേക്കും അവിടെ പ്രോഗ്രാം ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആക്ച്വലി അവർ ഞങ്ങളെ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ കുഞ്ഞുവിൻ്റെ അടുത്ത് ചെന്നു ഞങ്ങൾ വേഗം തന്നെ ആദുവിനെ വിഷ് ചെയ്തു. ആദുവിൻ്റെ ശരിക്കും പേര് ധ്രുവ് എന്നാണ്. ഇത് ശ്രീഹരി, കുഞ്ഞുവിൻ്റെ ഹസ്ബൻഡ്. ഞങ്ങൾ വന്നപ്പോഴത്തേക്കും വേഗം തന്നെ അവിടെ കേക്കെല്ലാം സെറ്റ് ചെയ്തു. ആക്ച്വലി ഞങ്ങൾ മാത്രമാണ് ലാസ്റ്റ് എത്തിയത്. ഫംഗ്ഷൻ നടക്കുന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇതുപോലെ തന്നെ ഒരു ബോർഡ് റൂം കഫേ എന്ന് പറഞ്ഞിട്ട് കുറച്ച് പ്ലേ ഏരിയാസ് ഉണ്ടായിരുന്നു. ഒരുപാട് എക്യുപ്മെൻറ്റ്സ് അവിടെ ഉണ്ടായിരുന്നു. അതും ഞങ്ങൾക്ക് ഭയങ്കര ഉപകാരമായിരുന്നു. ഈവൻ കാശിനെയും ജാനീനെയും എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയ ഒരു ഏരിയ ആയിരുന്നു ഇത്. കാരണം വീട്ടിൽ നിന്ന് ക്രാങ്കി ആയിട്ട് വന്നിരുന്ന 2 പിള്ളേരെ ആയിരുന്നില്ല ഇവിടെ വന്നപ്പോൾ ഫുൾ കളിയും ചിരിയും ബഹളമായി. അങ്ങനെ അവിടെ കുറച്ച് നേരം നടന്നപ്പോഴത്തേക്കും അപ്പുറത്തെ ബർത്ത്ഡേ ഫംഗ്ഷൻ സ്റ്റാർട്ട് ആവുന്ന ടൈമായി. ആക്ച്വലി എൻ്റെയും അർജുൻ്റെയും എൻഗേജ്മെൻറ്റിന് ശേഷം ശ്രീഹരിനെയും ശങ്കറിനെയും അർജുനെയും ഒരുമിച്ച് കിട്ടിയിട്ട് ഞങ്ങൾക്ക് 3 പേർക്കും ഇതുപോലൊരു ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. ഒരുപാട് നാളത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഇവരെ 3 പേരെ ഞങ്ങൾക്ക് ഒരുമിച്ച് കിട്ടുന്നത്. അങ്ങനെ ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഫുഡ് അവിടെ സ്റ്റാർട്ടായി. അപ്പോൾ പിള്ളേരെയും കൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് കളിക്കാമെന്ന് കരുതിയിട്ട് ലക്ഷ്മി ഞാനും വീണ്ടും പ്ലേ ഏരിയയിലേക്ക് വന്നു. പിള്ളേർക്കുള്ള ഫുഡ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ കേക്ക് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ജാനി കുറച്ച് കേക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നു. പക്ഷെ ഞങ്ങൾ കൊണ്ടുവന്ന ഫുഡൊന്നും അവർക്ക് വേണ്ടി വന്നില്ല. അവിടെ ഉണ്ടായിരുന്ന 1-2 ഫുഡ് ഐറ്റംസ് ഒക്കെ കുറേശ്ശെയായിട്ട് 2 പേരും കഴിച്ചു. അങ്ങനെ അവർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ എല്ലാവരും കൂടെ ലാസ്റ്റ് കഴിക്കാനിരുന്നു. ബാക്കി വന്ന ഗസ്റ്റ് എല്ലാവരുടെയും ഫുഡ് അടിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും പയ്യെ തിരിച്ചു പോകാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാനായിട്ടിരിക്കുന്നത്. ആക്ച്വലി കുഞ്ഞു ഈ ഫംഗ്ഷൻ വിളിച്ചപ്പോൾ ഞങ്ങൾ വരുമെന്ന് ഒരു ഉറപ്പും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ലാസ്റ്റ് ഡിസൈഡ് ചെയ്ത് വന്നത് വളരെ നല്ലൊരു കാര്യമായി. കാരണം ഞങ്ങൾക്ക് നല്ല രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. ഞങ്ങൾ 3 പേരുടെയും ഹസ്ബൻഡ്സിൻ്റെ എല്ലാം കൂടെ ഞങ്ങൾ കുറേ നല്ല ഫോട്ടോസ് എല്ലാം എടുത്തു. അങ്ങനെ ഫോട്ടോസ് എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് ഒരുപാട് മെമ്മറീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത സന്തോഷത്തിൽ ഞങ്ങൾ പയ്യെ ഇറങ്ങാൻ തീരുമാനിച്ചു. ഇനി ഇത്തവണത്തെ ബാംഗ്ലൂർ ട്രിപ്പിനകത്ത് ഇനി ശ്രീഹരിനെയും കുഞ്ഞുവിനെയും ഞങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടാവില്ല. അവരടുത്ത 2 ദിവസം വേറെ കുറച്ച് കമ്മിറ്റ്മെൻറ്റ്സ് ഒക്കെ ആയിട്ട് ബിസിയാണ്. പക്ഷേ ആദുകുട്ടൻ്റെ ബർത്ത്ഡേക്ക് വരാൻ പറ്റിയത് വളരെ നല്ലൊരു കാര്യമായിരുന്നു. കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ നല്ല രീതിയിലൊന്ന് കൂടാൻ പറ്റി. അങ്ങനെ ബാംഗ്ലൂരിലേക്ക് ഇത്തവണ വന്ന മെയിൻ റീസൺ ആദുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അത് ഭയങ്കര ഹാപ്പി ആയിട്ട് കൂടിയിട്ട് ഞങ്ങൾ പയ്യെ അവിടെ എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് തിരിച്ച് ലക്ഷ്മിയുടെ ഫ്ലാറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ബാക്കി വിശേഷങ്ങളുമായിട്ട് വരാം. ബൈ.